ഹായ് ഹലോ ഫ്രണ്ട്സ്, വില്ലേജ് സയൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വെള്ളക്കടല വെച്ചിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാം. നോക്കാണ് വെള്ളക്കടല കണ്ടിട്ടില്ലേ, ഇങ്ങനത്തെ വെള്ളക്കടല, അതുകൊണ്ടൊരു കുക്കിംഗ് വീഡിയോ 5 മിനിറ്റ് കൊണ്ട് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. ആദ്യം വെള്ളക്കടല ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ഇതാണ് വെള്ളക്കടല. അതിനു മുമ്പ് ഞാൻ വാങ്ങിയൊരു പ്രഷർ കുക്കർ കാണിച്ചു തരാം. വളരെ ചെറിയ കുക്കറാണ്. ഇതിൻ്റെ പേര് സുചിത്ര. ഇതിൽ നോക്കുമ്പോൾ ഇങ്ങനെ ശരിക്കും വായിക്കാൻ പറ്റില്ല, അക്ഷരം വായിക്കാൻ പറ്റില്ല. സുചിത്ര എന്ന പേര്. അപ്പോൾ ഇൻഡക്ഷൻ ബേസ് റോഡ് അലൂമിനിയം പ്രഷർ കുക്കർ 3 ലിറ്ററിൻ്റെയാണ്. വളരെ സൗകര്യമാണ് കറിയൊക്കെ വെക്കാൻ. ചെറിയ രീതിയിൽ ചെറിയ കുടുംബത്തിന് കറിയും കാര്യങ്ങളൊക്കെ വെക്കാൻ. 1290 രൂപയാണ് ഇതിൻ്റെ മുകളിൽ വിലയുള്ളത്. പക്ഷേ എനിക്ക് 500 രൂപക്കാണ് കിട്ടിയത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കുക്കർ എല്ലാത്തിനും കുക്കിങ്ങിനെല്ലാം സൗകര്യമായിരിക്കും. ഇത് കുക്കർ കാണിച്ചു തരാം. അതിൻ്റെ ചെറിയ കുക്കറാണ്. ഇത് കാര്യമായിട്ട് ഇപ്പോൾ ഞങ്ങളിത് 1 വർഷമായിട്ട് ഉപയോഗിക്കുന്നു. ഒരു കുഴപ്പം വന്നിട്ടില്ല. ആകെ ഇതിൻ്റെ ഇതൊന്ന് പ്രഷർ വാൽവ് ഒന്ന് മാറ്റേണ്ടി വന്നു. പ്രഷറിൻ്റെ ഇവിടെയുള്ളൊരു പ്രഷർ വാൽവ് ഒന്ന് മാറ്റേണ്ടി വന്നു. വേറെ കാര്യങ്ങളൊരു പ്രശ്നമൊന്നുമില്ല. കണ്ടില്ല അതിൻ്റെ മൂടി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് പറഞ്ഞല്ലോ, ഇത് വെള്ളക്കടല എടുത്തുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളവ് കുറച്ചേ വേണ്ടുള്ളൂ. ഞങ്ങൾ കുതിർത്ത് വെച്ച വെള്ളക്കടലയുണ്ട്. കുതിർത്ത് വെച്ച വെള്ളക്കടല ഇവിടെയുണ്ട്, കണ്ടില്ലേ? നന്നായിട്ട് നല്ല വലിപ്പമായിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളക്കടലയിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നു. നമ്മൾ വേവാൻ വേണ്ടിയിട്ടുള്ള അധികം വെള്ളമില്ലാത്തൊരു മസാലക്കറി പോലെയാണ് വെക്കുന്നത്. മസാല ഫ്രൈ പോലെയാണ് വെക്കുന്നത്. അധികം ഫ്രൈ അല്ല, കുറച്ച് വെള്ളമായിട്ട് ഉള്ള ഒരു ഇതാണ്. അതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെളുത്തുള്ളി, അരിഞ്ഞിട്ട വെളുത്തുള്ളി, പിന്നെ സവാള, പിന്നെ പച്ചമുളക് നമ്മൾ ഇവിടെ വീട്ടിൽ തന്നെയുള്ള വെള്ളക്കാന്താരി ഉള്ളതുകൊണ്ട് വെള്ളക്കാന്താരി, പച്ചമുളകുള്ള കൂട്ടത്തിൽ പച്ചമുളക് ഇടുക. പിന്നെ ഉള്ളത് തക്കാളി അരിഞ്ഞിട്ടുണ്ട്, വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചിയുണ്ട്. തക്കാളി നമ്മൾ പകുതി എടുത്തിട്ടുള്ളൂ, അധികം വേണ്ടിയില്ലല്ലോ. കുറച്ച് പുളി അധികം ഉള്ളതുകൊണ്ട് പകുതി എടുത്തിട്ട് ഇതെല്ലാം കൂടി ഇതിൻ്റെ അകത്ത് ഇടുക. എടുത്ത സാധനം എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി, പിന്നെ സവാള, പിന്നെ തക്കാളി, പകുതി തക്കാളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്നിലിടുക. ഇട്ടില്ലേ, കഴുകി വെച്ചാണ്. കുറച്ച് മുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. അധികം എരിവ് വേണ്ട കൂട്ടർക്ക് കൂടുതലിടാം. പിന്നെ കുറച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ കുറച്ച് ഇറച്ചി മസാലയാണ്. ഗരം മസാല ഉണ്ടെങ്കിൽ കുറച്ച് ഗരം മസാലയും ചേർക്കാം. പിന്നെ ആവശ്യത്തിന് കുറച്ച് 1/2 ടീസ്പൂൺ ഉപ്പ്. കൂടുതൽ വേണ്ട കൂട്ടർ കൂടുതലിടാം. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയായി. ഇനി അത് നമ്മൾ കുക്കർ മൂടിയിടുകയാണ്. എല്ലാം ആയില്ല, സംഭവം എല്ലാം ആയില്ല. ഇതെല്ലാം ഒന്ന് ഇളക്കിയിട്ടുണ്ട്. അല്പം കൂടി കുക്കർ മൂടി ഒരു 4 വിസിൽ വരുന്നവരെ ഇനി അടുപ്പത്ത് വെക്കാം. ഇപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഓൺ ചെയ്തിട്ടുണ്ട്. ഓൺ ചെയ്ത് ഒരു 4 വിസിൽ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ കുറച്ച് ഓയിൽ, വെളിച്ചെണ്ണ ഒഴിക്കാണ്. കുറച്ച് കടുക്, കൊളുണ്ട് കറിവേപ്പില, ഇങ്ങോട്ട് പൊട്ടിച്ചെടുക്കണ്ട.
ഓഫാക്കാണ്. ഇല്ല അപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാണ്. നല്ലോണം ആയിട്ടുണ്ട്. ശരിക്ക് കടല ശരിക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് വീഴുന്ന സാധനമാണിത്. കണ്ടില്ല, ഇതായിട്ടുണ്ട്. ഇപ്പോൾ ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ചപ്പാത്തി ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഇതിങ്ങനെ എടുക്കുകയാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാച്ചിലേഴ്സെല്ലാം വളരെ കുറഞ്ഞ സമയമല്ലേ ഉണ്ടാവും. ജോലിക്കെല്ലാം പോകുമ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു 5 മിനിറ്റിൻ്റെ പണിയേ ഉള്ളൂ. ഉപ്പെല്ലാം കണക്കാനും എരിവെല്ലാം കണക്കാനും നല്ല അടിപൊളി. ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി വെക്കുക. വെള്ളക്കടയാണ് നല്ലത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.